ഹലോ ഗൈസ്, കീം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സോ ഈ സിലബസ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ഇപ്പോൾ ക്ലോസ് ആവുന്ന 2-3 എക്സാംസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് MET എക്സാം, മണിപ്പാൾ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാമാണ്. അത് ലൈക്ക് കേരളത്തിന് പുറത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ളതാണ് ആ ടെസ്റ്റ്. സോ ഈ ടെസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് പോലെ നിങ്ങൾക്ക് കണക്കാക്കാം. ലൈക്ക് ഒരു റിയൽ എക്സാം എങ്ങനെയാണ് എഴുതാൻ പോണത്. അപ്പം നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അതൊരു ഭയങ്കര പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനോടുള്ള ഒരു പേടിയില്ലേ, അതൊക്കെ മാറിക്കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സാം എഴുതാൻ വേണ്ടി കറങ്ങാൻ പോകാമല്ലോ. ഓക്കെ, സോ ഇതൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ എക്സാം ഒക്കെ എഴുതേണ്ടത്. പക്ഷെ നിങ്ങൾ ഈ എക്സാം എഴുതുക, കാരണം ഇത് കിട്ടിയാൽ നല്ലതായിരിക്കും. നമ്മൾ വെളിയിലൊക്കെയുള്ള ലൈക്ക് ഇന്ത്യ തന്നെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻ കിട്ടും. സോ ഒന്നാമത്തത് MET എക്സാമാണ്. അപ്പം ഇത് മണിപ്പാൾ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ മണിപ്പാൾ എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ളതൊക്കെ തന്നെ കോളേജസ് മീൻസ് സൗത്ത് ഇന്ത്യയിലൊക്കെ കോളേജസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അതിൻ്റെ രജിസ്ട്രേഷൻ ഇരിക്കുന്നു March 23 തീരും. സോ March 23. പിന്നെ ബിറ്റ്സാറ്റ് എക്സാം എഴുതണം. അത് പിലാനിയിലും ഗോവയിലും ഒക്കെ ക്യാമ്പസുള്ള അടിപൊളി സീൻ കോളേജുകളാണ്. പക്ഷേ അതിൽ ഫീസ് ഇച്ചിരി കൂടുതലാണ്. ആൻഡ് അതിൻ്റെ എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൈക്ക് കീം ലെവലൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇച്ചിരി കൂടെ ടഫായിരിക്കും. ഓക്കെ, ബട്ട് നിങ്ങൾ പോയത് എഴുതാം, കാരണം എങ്ങാനും കിട്ടിപ്പോയാലോ സീനായിരിക്കില്ലേ. ലൈക്ക് അതിൻ്റെ പാക്കേജസ് ലൈക്ക് പാക്കേജസ് ഒക്കെ സീനാണ്. സോ ബിറ്റ്സ് പിലാനി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നോർത്ത് ഇന്ത്യ പിന്നെ ഗോവയിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആ എക്സാം എഴുതാം. അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് March 19. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡെഡ് ലൈൻ. അതിന് 2 ഫേസസ് ഉണ്ട്, ഫേസ് 1ഉം ഫേസ് 2ഉം. ഫേസ് 2ൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഫേസ് 1 നിങ്ങൾക്ക് ഇപ്പോൾ എഴുതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ആയിട്ട് കണക്കൊക്കെ. ആൻഡ് നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പം അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ലൈക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ആവശ്യത്തോടെ പഠിച്ചോ ഗൈസ്. യെസ്, യു കെൻ ഡു ഇറ്റ്. ഓക്കെ, ബിക്കോസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കീമിൻ്റെ സിലബസ് വെച്ചിട്ട്, GEയുടെ സിലബസ് വെച്ചിട്ട് അതിനേക്കാളും കീമിൻ്റെ ഒക്കെ ഒരു ലെവലിലുള്ള എക്സാമുകളാണിത്. ഓക്കെ, കീം അതിനേക്കാളും സിമ്പിളാണ്, പക്ഷേ എന്നാലും കീമിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് പറയാം. പിന്നെ നമ്മുടെ ഈ മാർച്ചിൽ തീരുന്നതാണ് നമ്മുടെ UG IIIT ഹൈദരാബാദിൻ്റെ ഒരു എക്സാം ഉണ്ട്. സോ അതിൻ്റെയും രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഡേറ്റ് അടുക്കാറായിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ആക്ച്വലി ഞാനൊക്കെ എക്സാം എഴുതാൻ പോകുമ്പം ഈ എക്സാമിനൊക്കെ ലൈക്ക് കേരളത്തിൽ നിന്നൊക്കെ കുറച്ച് പേരെ വരാറുള്ളൂ. ലൈക്ക് അത്ര ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. ഓക്കെ, ബട്ട് യു കെൻ ഡു ഇറ്റ് ഗൈസ്. അപ്പോൾ അത് നല്ല കാര്യമല്ലേ. നിങ്ങൾ പോയിട്ട് എക്സാം തകർത്തെഴുതാം. ബൈ, ഓൾ ദി ബെസ്റ്റ്. ഇതിനിടയ്ക്ക് നിങ്ങൾ ഇതെന്ന് പറയുന്ന കീമിൻ്റെ ഒരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കി നിങ്ങൾക്ക് പോകാം. പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിനോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ യെസ്, ബൈ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.